മൗനവ്രതമെടുത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ? പ്രതിയോഗിയെക്കുറിച്ചും എതിർ കക്ഷിയെപ്പറ്റിയും എത്ര പറഞ്ഞാലും മതിവരാത്തവരാണ് സ്ഥാനാർത്ഥികൾ. അതാണ് എക്കാലത്തും പ്രചാരണത്തിൻ്റെ രീതിയും തന്ത്രവും. ഇപ്പോഴാകട്ടെ ആരെപ്പറ്റി എന്ത്, എപ്പോൾ, എങ്ങനെ പറയണമെന്ന് സ്ഥാനാർത്ഥികളെ ഉപദേശിക്കാൻ പ്രൊഫഷണൽ ഏജൻസികൾ തന്നെയുണ്ട്. എന്നാൽ തൻ്റെ വായിൽ നിന്നും ഒരക്ഷരം ഉരിയാടില്ലെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് പാർലമെന്റിലേക്ക് മത്സരിച്ച ഒരാളുണ്ട്. സ്വാമി പ്രഭുദത്ത് ബ്രഹ്മചാരി. അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥി സാക്ഷാൽ നെഹ്റു. 1952 ആദ്യ പൊതുതിരഞ്ഞെടുപ്പിൽ യുപിയിലെ ഫൂൽപൂർ മണ്ഡലത്തിലായിരുന്നു ഇവരുടെ മത്സരം. ആദ്യ പൊതുതിരഞ്ഞെടുപ്പിൽ നെഹ്റുവിനെതിരെ മത്സരിക്കാൻ ആരും ധൈര്യം കാട്ടാത്ത വേളയിലായിരുന്നു സ്വാമിയുടെ രംഗപ്രവേശം. സ്വതന്ത്രനായി നെഹ്റുവിനെതിരെ മത്സരിക്കുമെന്ന് സ്വാമി പ്രഖ്യാപിച്ചു. അല്ല, അക്കാര്യം കടലാസിലെഴുതി അനുയായികളെ കൊണ്ട് ഉറക്ക വായിപ്പിച്ചു. സ്വാമിയെ തോളിലേറ്റാൻ അഖിലേന്ത്യാ ഹിന്ദു മഹാസഭയും അഖിൽ ഭാരതീയ രാംരാജ്യ പരിഷത്തും പിന്നിലുണ്ടായി. സ്വാമിക്ക് നെഹ്റുവിനെതിരെ പയറ്റാൻ പ്രധാന ആയുധം നെഹ്റുവിൻ്റെ ഇടക്കാൽ സർക്കാർ കൊണ്ടുവന്ന ഹിന്ദു കോഡ് ബില്ലായിരുന്നു. അംബേദ്കർ തയ്യാറാക്കിയ ഈ ബിൽ കൂട്ടുകുടുംബ വ്യവസ്ഥ, സ്വത്ത് വിഭജനം, പാരമ്പര്യ അവകാശം തുടങ്ങിയവയെപ്പറ്റി ഒരു പൊളിച്ചെഴുത്ത് തന്നെ നടത്തി. ഇത് ഉത്തരേന്ത്യയിലെ ഹിന്ദു സന്യാസിമാരെ, പ്രത്യേകിച്ച് ഹിന്ദു മഹാസഭയും മറ്റും വല്ലാതെ ചൊടിപ്പിച്ചു. ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യാനാണ് ഈ ബിൽ എന്നുവരെയായി. ഇന്നത്തെ പോലെ ഹിന്ദുത്വം അന്നും കത്തി നിന്നു. 52 പൊതുതെരഞ്ഞെടുപ്പിൽ മതനിരപേക്ഷ ആധുനിക ഇന്ത്യ കെട്ടിപ്പടുക്കണമെന്ന നെഹ്റുവിൻ്റെ വീക്ഷണവും ആ ഇന്ത്യയിൽ ഹിന്ദു സമൂഹത്തിൻ്റെ ഭാവി എന്ത് എന്ന ചോദ്യവും പോരടിച്ചു നിന്നു. 1947 പാക് വിഭജനത്തിന് പിന്നാലെ ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാകണമെന്ന് ഹിന്ദു മഹാസഭ മാത്രമല്ല, കോൺഗ്രസിനുള്ളിൽ തന്നെ ചിന്തകൾ ഉണർന്നിരുന്നു. പുറത്തുനിന്നും സ്വന്തം പാർട്ടിയിൽ നിന്നുമുള്ള ഈ വെല്ലുവിളി നേരിട്ടുകൊണ്ടാണ് നെഹ്റു മതനിരപേക്ഷ ഇന്ത്യ എന്ന സ്വപ്നവുമായി ഇന്ത്യ ഒട്ടാകെ പ്രചരണം നടത്തിയത്. നെഹ്റുവിൻ്റെ എതിരാളി എന്ന നിലയിൽ സ്വാമി പ്രഭുദത്ത അന്തർദേശീയ മാധ്യമ ശ്രദ്ധ നേടി. ടൈം മാഗസിൻ പ്രത്യേക ഫീച്ചർ തന്നെ തയ്യാറാക്കി. അതിൽ സ്വാമിയെപ്പറ്റി വിവരിക്കുന്നത് ഇങ്ങനെ: ഒത്ത ശരീരം, സമൃദ്ധമായ താടി, നിറമുള്ള ഫ്രെയിമിൽ ആകർഷകമായ കണ്ണട. 1931 മോഡൽ ഡോഡ്ജ് സെഡാൻ കാറിലാണ് സ്വാമിയുടെ വരവ്. കൂട്ടത്തിൽ അനുയായികളുടെ വൻനിരയും ഗായക സംഘവും. അവർ മന്ത്രങ്ങളും ശ്ലോകങ്ങളും ആലപിക്കും, നൃത്തം ചെയ്യും. സ്വാമിയും അവരോടൊപ്പം നൃത്തം ചവിട്ടും. സ്വീകരണ യോഗത്തിൽ ഒരിടത്തും സ്വാമി ഒരക്ഷരം മിണ്ടില്ല. എന്നാൽ സ്വാമി എഴുതി കൊടുത്ത രൂക്ഷമായ പ്രസംഗങ്ങൾ അനുയായികൾ വായിച്ചു. പാശ്ചാത്യ വീക്ഷണവും പാശ്ചാത്യ പഠനവും വേഷവും ചിന്തയുമെല്ലാമുള്ള നെഹ്റു ഇന്ത്യയുടെ ഭരണാധികാരിയായി തുടർന്നാൽ ഈ ഹിന്ദു രാജ്യം തുലയും എന്നായിരുന്നു പ്രസംഗത്തിൻ്റെ ചുരുക്കം. ഇതേ സമയം നെഹ്റു ആകട്ടെ കോൺഗ്രസിൻ്റെ മുഖ്യ പ്രചാരകൻ എന്ന നിലയിൽ ഇന്ത്യ ഒട്ടാകെ പര്യടനത്തിലായിരുന്നു. സ്വാമിയുടെ മൗനവ്രത ആക്രമണമൊന്നും അദ്ദേഹം കാര്യമാക്കിയില്ല. പതിവ് പോലെ ഫൂൽപൂരിലും പ്രചാരണം നടത്തി എന്ന് മാത്രം. ഫലം വന്നപ്പോൾ സ്വാമിയേക്കാൾ 4 മടങ്ങിലേറെ വോട്ടിന് നെഹ്റു തകർപ്പൻ വിജയം നേടി. ഫൂൽപൂരിൽ ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ 38%, അതായത് 2,33,571 വോട്ട് നെഹ്റു നേടി. സ്വാമിയാകട്ടെ 56,718 വോട്ടാണ് നേടിയത്, അതായത് 9%. ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പോടെ സ്വാമി പ്രഭുദത്ത് ബ്രഹ്മചാരി രാഷ്ട്രീയത്തിൽ നിന്നും അപ്രത്യക്ഷനായെങ്കിലും അദ്ദേഹം ഉയർത്തിയ ഹിന്ദുത്വ അജണ്ട സജീവമായി ഇന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട്. നെഹ്റു എന്ന രാഷ്ട്രശില്പിയെ ചരിത്രത്തിൽ നിന്ന് മായ്ക്കാനുള്ള ശ്രമം വേറൊരു വഴിക്കും നടക്കുന്നു. 1952 69 മണ്ഡലങ്ങളിലായി 81 സീറ്റുള്ള ഏറ്റവും വലിയ സംസ്ഥാനമായിരുന്നു യുണൈറ്റഡ് പ്രൊവിൻസ് എന്ന യു പി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മണ്ഡലം മദ്രാസ് സംസ്ഥാനത്തായിരുന്നു, 62 എണ്ണം. യു പിയിലെ 47ാം മണ്ഡലമായിരുന്നു ഫൂൽപൂർ. ആദ്യ തിരഞ്ഞെടുപ്പിൽ അലഹബാദ് ഡിസ്ട്രിക്റ്റ് ആൻഡ് ജാൻപൂർ ഡിസ്ട്രിക്ട് വെസ്റ്റ് എന്നായിരുന്നു മണ്ഡലത്തിൻ്റെ പേര്. 1957 1962 ഇവിടെ നിന്ന് നെഹ്റു ലോക്സഭാംഗമായി. അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സഹോദരി വിജയലക്ഷ്മി പണ്ഡിറ്റ് വിജയിക്കുകയും ചെയ്തു. നിലവിൽ BJPയുടെ സിറ്റിംഗ് സീറ്റാണ് ഫൂൽപൂർ. 2019 തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇവിടെ 3ാമതായിരുന്നു. 1952 തിരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും സ്വാമി പ്രഭുദത്ത് ബ്രഹ്മചാരി പൊതുമണ്ഡലത്തിൽ നിന്ന് പിന്മാറിയില്ല. ഗോവധ നിരോധനത്തിനായി ഡൽഹിയിൽ വൻ പ്രക്ഷോഭം തന്നെ നടത്തി നെഹ്റു സർക്കാരിനെ വശം കെടുത്തി. ഗോവധ നിരോധന നിയമം നടപ്പാക്കാനായി നീണ്ട ഉപവാസ സമരവുമായി രംഗത്തിറങ്ങുകയും ചെയ്തു.
1885 ഉത്തർപ്രദേശിലെ അലിഗറിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ പിറന്ന പ്രഭുദത്ത് സംസ്കൃത പഠനത്തിൽ തൽപരനായി ചെറുപ്പത്തിൽ തന്നെ വീട് വിട്ടു. മധുരയിലും വൃന്ദാവനിലും ആശ്രമങ്ങളിൽ താമസിച്ച് പഠിച്ചു. പിന്നീട് വാരാണസിയിൽ പഠിക്കുമ്പോൾ സ്വാമി കർപ്പത്രി മഹാരാജ് സഹപാഠിയായിരുന്നു. അദ്ദേഹം സ്ഥാപിച്ചതാണ് അഖിൽ ഭാരതീയ രാംരാജ്യ പരിഷത്ത്. സന്യാസ ജീവിതത്തിനിടെ സ്വാതന്ത്ര്യ സമരത്തിലും ആകൃഷ്ടനായി ഗാന്ധിയുടെ ശിഷ്യത്വവും പ്രഭുദത്ത് സ്വീകരിച്ചു. ഒരിക്കൽ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിൽ അറസ്റ്റിലായി ജയിലിലെത്തുമ്പോൾ സഹതടവുകാരൻ സാക്ഷാൽ നെഹ്റു തന്നെയായിരുന്നു. സ്വാമിമാരും ഇന്ത്യൻ രാഷ്ട്രീയവുമായുള്ള അന്തർധാര പ്രഭുദത്ത ബ്രഹ്മചാരിയിൽ നിന്ന് തുടങ്ങുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പ്രഭുദത്തിന് ശേഷം പിന്നീട് രാഷ്ട്രീയത്തിൽ കൈകടത്തിയ ഒരു പ്രധാന സന്യാസിയെ കാണുന്നത് ധീരേന്ദ്ര ബ്രഹ്മചാരിയുടെ രംഗപ്രവേശത്തോടെയാണ്. ഇന്ദിരാഗാന്ധിയുടെ കാലത്തായിരുന്നു ധീരേന്ദ്ര ബ്രഹ്മചാരിയുടെ രാഷ്ട്രീയ സ്വാധീനം പ്രകടമായത്. ഇന്ദിരയുടെ കൊട്ടാരം ഉപദേശകൻ എന്ന നിലയിൽ ആ സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹം വൻ സമ്പാദ്യവും ആശ്രമങ്ങളുടെ നിരയും പടുത്തുയർത്തി. ജമ്മുവിൽ തോക്കു ഫാക്ടറി വരെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഒടുവിൽ ഇന്ദിരയുടെ തോൽവിയോടെ ബ്രഹ്മചാരിയുടെ കഷ്ടകാലവും തുടങ്ങി. ആദായ നികുതി വകുപ്പും പോലീസും സ്വാമിയെ നിരന്തരം പിടികൂടി. ഒടുവിൽ ഒരു ഹെലികോപ്റ്റർ അപകടത്തിലായിരുന്നു ബ്രഹ്മചാരിയുടെ അന്ത്യം. പിൽക്കാലത്തെ അവതാരം ചന്ദ്രസ്വാമിയായിരുന്നു. നരസിംഹറാവുവും ചന്ദ്രശേഖറും തൻ്റെ അനുയായി എന്ന് പോഴ്ത്തിക്കൊണ്ടായിരുന്നു ചന്ദ്രസ്വാമിയുടെ കളി. ധീരേന്ദ്ര ബ്രഹ്മചാരിയെപ്പോലെ രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെട്ടില്ലെങ്കിലും റാവു ഭരണത്തിൽ അദ്ദേഹം സ്വാധീന ശക്തിയായി. അഡ്നാൻ ഖഷോഗി എന്ന ആയുധ വ്യാപാരിയുടെ ഉറ്റ ചങ്ങാതിയുമായി. ആ വഴിയിൽ വലിയ സമ്പാദ്യവും തരപ്പെട്ടു. ഒടുവിൽ നികുതി വെട്ടിപ്പും ക്രിമിനൽ കേസുമായി തിഹാർ ജയിലിൽ കയറിയ ചന്ദ്രസ്വാമി അതോടെ അസ്തമിച്ചു. 10 കൊല്ലം മുമ്പ് BJP കേന്ദ്രഭരണത്തിലെത്തിയതോടെ ഒട്ടേറെ സന്യാസിമാർ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തി. എന്നാൽ പ്രധാനമന്ത്രിയുടെയോ മറ്റു പ്രമുഖരുടെയോ മുഖമായി വിലസാൻ ആർക്കും അവസരം കൊടുക്കാതെ BJP കർശന നിയന്ത്രണം പാലിച്ച് അകറ്റി നിർത്തി. പതഞ്ജലി രാംദേവും ശ്രീ രവിശങ്കറുമൊക്കെ സന്യാസിമാരിലെ പ്രശസ്തരാണെങ്കിലും രാഷ്ട്രീയ പ്രമുഖരുടെ മുഖമായി ഇന്ന് ആരും മാറിയിട്ടില്ല.